ഫ്രണ്ട്സ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ തൊടുപുഴ ഒരു മ്യൂസിക്കൽ കൺസേർട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിനാണ് പോകുന്നത്. കേരള സ്റ്റേറ്റ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഞാനും കുഞ്ഞും ദിവ്യയുണ്ട്. ഞങ്ങളിതേ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. ഇവിടെ ആദ്യമായിട്ടോ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നമുക്കെന്തായാലും പ്രോഗ്രാമിലെ കാഴ്ചകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. അല്ലേ കുഞ്ഞു? പാട്ടും ഡാൻസൊക്കെയാണോ? പാട്ടാട്ടോ, ഡാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോവാം. ഈ പാട്ടുകളൊക്കെ ഇവര് ശ്രുതി താളം ഒക്കെ നോക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഭയങ്കര ടഫായിട്ടുള്ള പാട്ടുകളാണ്. നമ്മുടെ മുമ്പിൽ വളരെ സിമ്പിളാന്ന് തോന്നുന്ന ബാബുഖാന്റെ ഒക്കെ പാട്ടുകളൊക്കെ അത്രയും മനോഹരമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നത് ഈ ഗംഭീര ഓർക്കസ്ട്ര ടീമുകളാണ്. കടന്നുണ്ടോ? ഇല്ല, കുറച്ച് പേര് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പരിപാടി ഞാൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്നെ വിളിച്ച രഞ്ജിത് ഭായിയോട് വളരെയധികം നന്ദിയുണ്ട്. രഞ്ജിത് ഭായ് എന്ന് പറഞ്ഞ ബംഗാളിയോടല്ല കേട്ടോ, ഓക്കെ. അപ്പോൾ എല്ലാവരുടെയും കൈയടി വേണം. അപ്പോൾ ഞാനിന്ന് ശ്രീരാഗ് ബ്രോ അതുപോലെ എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വേദിയിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫ്ലവേഴ്സിൽ ചെയ്ത ശ്രീകണ്ഠൻ സാറിൻ്റെ വോയിസാണ്. അപ്പോൾ ഞാൻ തൊടുപുഴക്കാരനാണ് എന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ തൊടുപുഴയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ട് ഒരു പരസ്യം ഒന്ന് ഡബ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കണം. ഓക്കെ, ആ ചേച്ചി നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു പറയാൻ പോകുന്ന ചേച്ചി പറഞ്ഞു തന്ന കാര്യമാണ് അല്ലേ? ചേച്ചി കൈയടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ പരസ്യം ഒന്ന് ഡബ് ചെയ്യാം. വസ്ത്രവിസ്മയങ്ങളുടെ വർണ്ണാഭമായ ശേഖരം, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വസ്ത്രങ്ങളുടെ വർണ്ണാഭമായ കളക്ഷനുകൾ, ഷർട്ടുകൾ, പാന്റുകൾ, മുണ്ടുകൾ, ബനിയനുകൾ, ഇന്നർവെയറുകൾ, സാരികൾ, നൈറ്റികൾ, ചുരിദാറുകൾ എന്നിവ പുളിമൂട്ടി സിൽസിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. പുളിമൂട്ടി സിൽസ്, പുളിമൂട്ടി സിൽസ് തൊടുപുഴ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൈയടിച്ചത് മൂവ് ചെയ്ത് പുളിമൂട്ടിൽ ഫാമിലിയിലുള്ള ആരാന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കിയുള്ളവരും കൈയടിക്കണം. ഇത് ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ ഓരോ പ്രൊമോഷനാണ്. കോഴിക്കോട് വരുമ്പോൾ സിത്താര ടെക്സ്റ്റൈൽസ്, അപ്പോൾ അവിടുത്തെ ബ്രാൻഡായിട്ടുള്ള ആളുകളെ പിടിക്കും. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി പറയുന്നത്. ഓക്കെ, ഇങ്ങനെയല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്ഥാനം വേറൊന്നുമല്ല, ഈ സൗണ്ട് പല ആളുകളിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ശ്രീകണ്ഠ സാറുമായിട്ട് സാമ്യമുള്ള ഒരാളാണ് നമ്മുടെ ഇപ്പോഴും കാണാൻ പറ്റും ഏറ്റവും പുകച്ച് പുറത്തിരിക്കാനുള്ള പരിപാടി. മനസ്സിലായില്ലേ? ചേച്ചി പേര് പേര് ജോളി. ജോളി എന്നൊന്നും പറയലട്ടാ, പേര് കേൾക്കുമ്പോ തന്നെ പേര്. ജ്യോതിക എന്ന് പറയണ്ട. ഞാൻ അച്ഛൻ്റെ പള്ളിയിൽ വന്ന് കുർബാന കൂടിയിട്ടില്ലേ? സത്യം പറഞ്ഞ അച്ഛൻ എന്നെ സൺഡേ സ്കൂളിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടില്ലേ? ഈ അച്ഛനെ ഓടിച്ചു വിട്ടു സൺഡേ സ്കൂളിൽ നിന്ന്. നിങ്ങൾ ഇതിൽ കൈയടിക്കാനായിട്ട് എന്ത് ഞാൻ അവസാനം അടിച്ചെന്നൊക്കെ ഈ ചേട്ടനും ഞാനും കൂടെ ഒരുമിച്ചിരുന്നല്ലോ അടിച്ചത്. ആ ചേട്ടൻ എൻ്റെ ഭയങ്കര വിഷമം അടിച്ചെടുത്ത് എന്തൊരു വിഷമമല്ലേ? എന്തൊരു സുഖമാണ്. അപ്പം ആ ചേട്ടൻ ആക്ഷൻ കേട്ടോ, ചുമ്മാ വെച്ചോണ്ട് കളിയാക്കിട്ടോ. അപ്പോൾ ഞാൻ മിമിക്രിക്കാരനായിട്ടാണ് അങ്ങനെ കളിയാക്കുന്നത്. ഞാൻ തിരികെ മനസ്സിലായില്ലേ, ഞാൻ മമ്മൂക്കയുടെ സൗണ്ട് ഇട്ടിട്ടെടുക്കും. അപ്പോൾ എൻ്റെ സൗണ്ട് നേരെ പോയിട്ട് വിനായകൻ്റെ സൗണ്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. വിനായകനാണ്. ആക്ച്വലി ഞാൻ രഞ്ജിത് ഭായി ആയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ജയിലർ സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. എനിക്ക് വേണ്ടി ഡ്യൂപ്പ് ചെയ്തത് ഈ പുള്ളിയാണ്. അപ്പം അതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ ആദ്യം ഓർത്തത് ഈ ചേട്ടനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഈ ചേട്ടനെ കാണാൻ വേണ്ടി. ഈ ചേട്ടൻ ഞാൻ ഒരുമിച്ച് പിടിച്ചാണ് കമ്മട്ടിപ്പാടത്ത് ചേച്ചി ഒന്നിച്ചിരിക്കുന്നത്. ചുണ്ട് കണ്ടോ കണ്ടോ എന്തൊക്കെയാണ് വന്നത്? ഭയങ്കര ചിരി കാണുമ്പോൾ അറിയാം. ഞാൻ വേണമെങ്കിൽ ഡബ് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് നേരെ സൗബിൻ്റെ സൗണ്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാൻ സൗബിനാണ്. എന്താണ് സൗബിനാണ്? അത് മനസ്സിലായില്ലേ? സൗബിനാണ്. എന്താണ് ഈ ചിരിക്കണേ?
അപ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം റവറൻഡ് ഫാദർ ജോസഫ് ഉത്തമ്പലച്ചൻ ഇവിടെ കുറച്ച് നേരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കുറച്ച് പോയി അച്ഛനോട് കുർബാന ചെയ്യാൻ പോകുന്നുണ്ട്. അച്ഛനെ മൈക്ക് കൈമാറുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഈ വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് മൈക്ക് കൈമാറുകയാണ്. അച്ഛൻ ഈ സംശയം സ്വീകരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ദൈവികമായ ഒരു ദിവസമാണ്. അത് പറഞ്ഞപ്പോൾ കുറേ പേര് ചിരിക്കുന്നു. ഈ ചേട്ടൻ പള്ളിയിൽ പോലും വരാത്ത ചേട്ടനാണ്. അത് പറഞ്ഞപ്പോൾ 8 നേരം ചിരിക്കുന്നു. സത്യം പറഞ്ഞ ഞാൻ നന്നായിട്ട് കയ്യെഴുതാം. ഞാൻ തൊഴിലുകാരനാണ് ജാഫർ. എന്നെ രീതി അറിയിങ്ങനെ പറയുന്നത് എന്താ സുലേഖ എന്നല്ലേ പേര്? സുലേഖ പേരണ്ട അതിന് പേരാണ് അവൻ്റെ പേരണ്ട. ഞാൻ തൊഴിലുകാരനാണ് ജാഫറാണ്. ഇത് മനസ്സിലായില്ലേ? എടാ ജാഫർ ഇടിക്കുക, ചുമ്മാ കൊടുത്തിരിക്കുക പിള്ളേരെ. ഞാൻ ഈ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല പരിപാടിയാണ്, കിട്ടിയ പരിപാടി. അപ്പം നിങ്ങൾ കൈയടിക്കണം. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവനെ നീ വീഡിയോ എടുക്കുവാണെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുക, നേരെ ഇൻസ്റ്റാഗ്രാമിലിട്ട് ടാഗ് ചെയ്യണം. ഒരുപാട് പേര് വന്നോണ്ട് നമ്മുടെ സുരേഷ് ഗോപി MP ഇവിടെ കുറേ നേരമായിട്ട് പുള്ളിക്ക് മോദിജിയെ കാണാൻ പോകുന്നുണ്ട്. പുള്ളിക്ക് വാങ്ങി കൊടുത്തോട്ടെ കൊടുത്തോട്ടെ പുള്ളിക്ക് വാങ്ങി കൊടുക്കാം. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ തൊടുപുഴ എന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ള ഒരു പ്രദേശമാണ്. തൃശ്ശൂരിൽ ഞാൻ 2 തവണ ഇലക്ഷനിൽ നിന്നു. അടുത്ത തവണ തൃശ്ശൂർ നിൽക്കാതെ തൊടുപുഴ വന്ന് ഞാൻ ഇലക്ഷനിൽ നിന്ന് വോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഈ ചേട്ടൻ്റെ എതിർ പാർട്ടിക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് കുഴപ്പമില്ല. കരുണാകരൻ സാറുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാലത്ത് വളരെ സന്തോഷമുണ്ട്. വരാൻ സാധിച്ചതിൽ സന്തോഷം. എന്തൊക്കെയുണ്ട്? സുഖമാണോ അച്ഛാ? വിശേഷമൊക്കെ സുഖമായിരിക്കട്ടെ. ഞാൻ ഒരുപാട് കാലമായി, ഞാൻ കുറച്ച് നാൾ ഹണി റോസിന്റെ പുറകെയായിരുന്നു, പിന്നീട് ലിച്ചിയുടെ പുറകെയായി. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ പുതിയൊരു ഷോറൂം ഉണ്ട് നമ്മുടെ തൊടുപുഴ മങ്ങാട്ട് കവലയിൽ ന്യൂമാൻ കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് ബോച്ചെ സിബിലല്ലേ ബോച്ചയുടെ പുതിയ ഷോറൂം ആരംഭിക്കുന്നു. അപ്പൊ നിങ്ങൾ വരണം, സപ്പോർട്ട് ചെയ്യണം. ചേട്ടാ വരില്ലേ? ബോബി ചെമ്മണ്ണ, ഒരുപാട് സന്തോഷം. ഓക്കെ അല്ലേ? ഹാപ്പി? നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, ഞാൻ അറിയാതെ ചെയ്തു പോയത്. അപ്പോൾ അത് പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ശ്രുതിച്ചേട്ടൻ ലൈവായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ശ്രുതിച്ചേട്ടനാണ്. എന്തൊക്കെയുണ്ട്? സുഖമാണോ? എടാ മോനെ രഞ്ജിത്ത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് നിങ്ങളെയൊക്കെ കണ്ടത്. വീണ്ടും ശ്രുതിച്ചേട്ടൻ ഇവിടെ വരണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. മോനെ എന്തൊക്കെയുണ്ട്? സുഖമാണോ? അവൻ ആരാന്ന് മനസ്സിലായില്ല. വളരെ സന്തോഷം. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ ഓരോ ഐറ്റം കൂടെ ചെയ്യാം. നമ്മുടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അത് ഡബ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇതിനകത്ത് സൗണ്ട് ഒന്നുമില്ല, ഞാനാണ് സൗണ്ട് ഡബ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ഞാൻ നിൽക്കേണ്ടത് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് കയറി ഇവിടെ നിന്ന് ഡബ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നിന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. പുകയിലോ ഉപേക്ഷിക്കോ റണ്ണൌട്ട് ആവാതിരിക്കൂ. കഴിഞ്ഞ കുടുക്ക ചെറുത്ത പന്മസാല ഇവ നിങ്ങളുടെ ജീവിതം കാലമാറാണ്. അങ്ങനെ എല്ലാം തിരിഞ്ഞു ഉണ്ടാകുന്ന ഒരു സാധനമല്ല ഈ ഭാഷ എന്ന് പറയുന്നത്. നിങ്ങളുടെ പട്ടിണിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവുമല്ലോ, അതിനെയാണ് ശരിക്കും ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മുടെ അടിപൊളി ഒരു പാവന സർട്ടിഫിക്കറ്റ് ഒരു 3 ഇന്നത്തെ പണി എന്ന് പറയുന്നത്. മിഴിയോരമാണെങ്കിൽ കാതോരം ഉണ്ടാകുമല്ലോ. കാതിന്റെ അടുത്തിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോട് കാതോരം. ഈ കാതിൽ നിന്ന് ആ കാതിലേക്ക് എന്ന് പറയുന്നതിന് അനുരാഗത്തിന്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ഒരു ആലാപനത്തിന്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിന് കാതോട് കാതോരം എന്ന പേരിടുന്നത്. ഫ്രണ്ട്സ്,
ഒരു സത്യം പറയാം, എനിക്ക് പിന്നീടിനെ പറ്റി ചിന്തിക്കാൻ കൂടി പറ്റില്ല. എനിക്കെന്നെ ഇഷ്ടമാണല്ലോ റെക്സിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ എല്ലാം ചെയ്യും. എനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ചൊരു നമ്മുടെ വീടിന്റെ അടുത്ത കുട്ടീൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അടുത്ത വില്ലേജുണ്ട്, പുള്ളിക്കാരിയുടെ അടുത്ത് പറയാൻ പറ്റിയില്ല. അവർക്ക് ഇഷ്ടമായിരുന്നു, കാരണം അവളുടെ അനിയനായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പൊ അത് കാരണം പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു ഇപ്പൊ കല്യാണം വെച്ച് വെച്ചൊക്കെ അങ്ങനെ പവനായി ശവമായി ഇതൊക്കെ വെള്ളമായി മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഉലക്കയുടെ മൂട് ചായ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. തെറ്റന്റെ ഭാഗത്താ സജാസ മീനാക്ഷി നമ്മളെ മനസ്സിലായത്. സോറി സോറി. ഹലോ, ഞാൻ കറുത്ത. ആ കറുത്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനൊക്കെ ഞാൻ കറുത്തട്ടായിരുന്നു. അതല്ല, ഞാൻ രാമൻ കറുത്ത. ആ ഹലോ, ഞാൻ ഭാഷയാണ്. ഭാഷാണോ? ഭാഷാണല്ല, ഭാഷ. എന്ത് ചെയ്യുന്നു? ചാവിടിച്ചോണ്ടിരിക്കുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുന്നിൽ ഇരിക്കുന്നു. കളിയങ്ങൾ ഹൈറേഞ്ചറായാലും ഈ പാരീസ് എന്ന അന്വേഷിച്ചാൽ പറയേ സാധാരണ പത്രോസിന് ദീനം പിടിച്ചു നോക്കി. അപ്പൊ എനിക്ക് നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ പത്രോസിനെ ആകാശത്ത് വിരിഞ്ഞെടുക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തില്ലായിരുന്നു. അതുപോലെയുള്ളൂ ഈ കുഞ്ഞ് നടുക്കള്ളി പോകണമെന്ന് മനസ്സിനെ കാണുന്നു വന്നപ്പോ നമ്മളായിട്ട് തന്നെ സഹായിച്ചു കൊടുത്തില്ലായി. ഒരു ചെറിയ ആഗ്രഹം. എന്റെ സ്ഥലം 10-16 വർഷമാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാൻ അങ്ങനെ മനസ്സിനെയും ഒന്നിനൊരു കണ്ടില്ല. എന്ത് കണ്ടാലും എന്റെ സ്ഥലത്ത് വെറും തോന്നുന്നുണ്ട്. നിർത്തണം ഏറെപ്പാടികൾ. നെന്തിയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളിലെന്ന് നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കല് റിസർവ് ബാങ്കിലെ നോട്ടച്ചടിക്കുന്ന പ്രസുണ്ടല്ലോ അമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാറാതിരിക്കുന്ന തട്ട് കാണുകയും മകളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കിട്ടുന്നുണ്ട്. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരത്തിലുള്ള ബോധം നടക്കണം? ട്രാൻസ്ഫർ നീ ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ പറഞ്ഞു കേട്ട പോലെ തന്നെ ആലത്തിന് ഹരാമ്പറപ്പാ അല്ലടോ. കുഞ്ഞുമോളെ, ഒരു രാജോട് ഒഴിച്ചു വെച്ചോ നീ. സാക്ഷാൽ ലാഹേനുമൊക്കെ ചേർന്ന സീസൺഡ് പൊളിറ്റീഷ്യനാ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. സിദ്ധാന്തത്തിന്റെ സുഖങ്ങൾ കുറച്ച് വന്നാൽ എന്റെ അച്ഛൻ ഉൾപാർട്ടീസ് ഇരുട്ടിലവിടെ കത്തിക്ക് തീർന്നുകൊണ്ട് അധികം സഹിക്കേണ്ടി വന്നില്ല. മുണ്ടെടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാനറിയാം. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും തോന്നുന്നു. എനിക്ക് മുണ്ടെടുക്കാൻ അറിയാം. ആവശ്യം വന്നത് മടക്കി കുത്താൻ വേണ്ടി. പിന്നെ ചവിട്ടിയെ പിന്നെ ചവിട്ടിയെ അവൻ പോകുന്നില്ലടാ. ചവിട്ടിയെ മോളിപ്പുറം ഞാനറിഞ്ഞ സ്വാമികൾ തല്ലി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ വേണ്ടി തിരിച്ചു വന്നല്ല ഞാൻ ജീവിക്കും. പഠിക്കാൻ വേണ്ടി വന്നു. പക്ഷെ സമ്മതിക്കില്ല. ബാല്യത്തിന് നീതീകരണമില്ല. പക്ഷേ 3 പേര് നശിക്കുന്നില്ല. ഇനിയെങ്കിലും നന്ദി പറയും. ഒരു സൂപ്പോട്ടീസിന് പക്കത്തിൽ അച്ഛന് വേണ്ടിയുള്ള മകന്റെ പ്രതികാരവും നൽകി. ഒരു ലാൻസല പറയാൻ തോന്നുന്നുണ്ടോ സിനാമേ? അബ്രാം ഖുറേഷി അബ്രാം.
ഓടിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. വിജയനാ? ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റുന്ന സാധനം എടുത്താൽ പറയാം. ഓക്കെ, ഒരുപാട് സന്തോഷം. ഞാൻ രണ്ട് കാര്യം പറയാം. ഞാൻ ഡബ് ചെയ്ത ജോൺ പോൾ സാറില്ലേ, നമ്മുടെ ജോൺ പോൾ സാർ, പുള്ളിക്ക് രേഖാചിത്രമൊക്കെ സിനിമയിൽ ഞാനാണ് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 9ാം സിനിമ വരും, അപ്പോൾ നിങ്ങൾ കാണണം. ജോൺ പോൾ സാറിൻ്റെ ആരാണോ? ഓക്കെ. പിന്നെ സൈജു കുറുമ്പിൻ്റെ വോയിസ്, അത് സിനിമയിൽ ഒറിജിനാലിറ്റി ഡബ് ചെയ്തത് ഞാനാണ്. അതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെയും എനിക്ക് വളരെ സന്തോഷം തോന്നിയത് നമ്മൾ വേറെ ഒരിടത്തും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമ്മുടെ തൊടുപുഴയിൽ കിട്ടിയത്. തൊടുപുഴ മണ്ണപ്പുറമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയുള്ള പാട്ടുകളൊക്കെ അടിച്ചു കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ബേസിൽ നല്ല നിറഞ്ഞൊരു കൈ കൊടുത്തേ. ആളുടെ പേര് ഇപ്പം സാറിപ്പോ വായിക്കുന്നതായിരിക്കും. വായിച്ചോ, നിങ്ങൾ രണ്ടുപേരും കൂടെ വായിച്ചോ. അനീറ്റ ജോർജ്, കട്ടംകോട്ടി ഹൗസ്, കടലിക്കാട്. അനീറ്റ ജോൺ തരൂ. അനീറ്റ ജോൺ എവിടെ ഉണ്ടാ? ഓക്കെ, എവിടെ ഉണ്ടാ? അനീറ്റ ജോൺ ഉണ്ടാ? കേറിയോ ഓടി കയറിയോ കൂമ്പിളായിട്ട് ഒന്നാം സമ്മാനം ഇതിന്റെ അകത്തൊരു മൊബൈൽ നമ്പർ ഉണ്ട്. ആ മൊബൈൽ നമ്പർ കറക്റ്റ് ആയിട്ട് പറയണം. പറഞ്ഞോ. 4958908. റൈറ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ കൈയടിച്ചോ. ഫസ്റ്റ് പ്രൈസ് സാറിന് കൊടുക്കാം. ശ്രീനാഥ് കയ്യുന്നു. സാറും കൂടെ ചേർന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നൽകിക്കോ. യെസ്, കൈയടിക്കാം. Thank you. അവസാനമായിട്ട് നമുക്കൊരു 3 പാട്ട് പാടാം. പോയ നാല് നമുക്കപ്പം എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടത്താം. ആരാണ്? കള്ളോ? കേൾക്കില്ല ഏട്ടാ. കേരളല്ലേ? നമ്മൾ നോക്കിയില്ല, പക്ഷെ പാടാം. ചേട്ടാ പഠിക്കൂടെ? അപ്പൊ അവർക്ക് വേണ്ടിട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 4 വരി അതൊന്ന് പാടില്ല. അല്ല, ഒരു പാട്ടതായിട്ട് ഇങ്ങനെ പോവല്ലേ?
എന്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടുമിന്നു നീ മനമാലി നിലാവിൽ പാൽമഴ പൊഴിയാനായി പെർഫോമൻസ് അല്ലേ? ഈ നല്ല പേരുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവർക്കുള്ള മൊമെന്റോസ് ആണ് ഈ വേദിയിൽ വെച്ചിട്ട് ഈ സംഘടനയുടെ ആദരവാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് ഈ പരിപാടി ഇവിടെ കേരളമൊട്ടാകെ നടത്തുവാൻ അല്ലെങ്കിൽ കേരളമൊട്ടാകുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്ത് സംഘടനയ്ക്ക് നടത്താൻ ഏറ്റവും സഹായകരമായി നിന്നവരൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യഘട്ടം മുതൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് നിന്ന് ഇവിടെ തൊടുപുഴ സീഡ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ അഖിൽ സാർ